ഒരു ലേശം വൈനല്ലേ ചോദിച്ചുള്ളൂ. നമ്മുടെ കർത്താവ് വെള്ളം മീഞ്ഞാക്കിയോനല്ല അച്ചോ. ആ അത് ശരിയാണല്ലോ. താനേ ആ കിണറ്റിന്ന് 2 ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പോക്കോട്ടാ. ബാക്കിയുള്ളൊന്നും ഒരു തുള്ളി കുടിച്ചിട്ട് ദിവസങ്ങളായി. അതിലിടയ്ക്കാ അയാളുടെ ബിഷപ്പ് പോയി. എന്താ ഇവിടെ നിക്കണേന്നാ ചെന്ന് കയറി നോക്കാം അങ്ങട്. നിങ്ങളുടെ തുണിയിലാണ്ട് കിടന്ന് തുള്ളുണ്ട് അവിടെ. സാനിറ്റൈസർ നിന്നോട് ഞാൻ പറഞ്ഞിട്ട് പല പ്രാവശ്യം സാമാനം വീട്ടിൽ കയറ്റിരുന്നു. കൊറോണ എന്ന് വെച്ചാൽ അവനെ അടിച്ച് അവിടെ ഞാൻ ചെക്കൻ വീണ്ടും എടുത്ത് കുടിക്കാൻ നിൽക്കണം. ഒരു പ്രാവശ്യം കുടിച്ച് എന്റെ ക്ഷീണം ഇതുവരെ തീർന്നല്ലേ. അമനിരു കാലി ഡ്രങ്ക് നവനാൽ കാലി ഡ്രങ്ക് അമനെട്ട് കാലി അടിച്ചു പൂസ് മലയാളി രജനി പോലെ മാസ് കം ഡ്രങ്ക് ബേബി ഡാൻസ് സിമ്പിൾ മൂവ്സ് தெரியாது ഒളിനാടൻ മൂൺ വാക്ക് ആ വാള് കൊഞ്ഞ പൂക്കളം ഇട്ടു കവലയിൽ നാള് കളിച്ചു നോക്കി ചിരിച്ചു ചേച്ചു. എടാ നീ എന്ത് തെണ്ടിത്തറി കാണിക്കണേ? തെണ്ടിത്തരോ? ആ ചേട്ടായിക്ക് ഓർമ്മയുണ്ടാ? എന്ത്? ആളൂർ കല്ലട ബാറിലും ഇരിഞ്ഞാലക്കുട ജോളി ബാറിലും പേരാമ്പ്ര കൊട്ടാരം ബാറിലും അടിച്ച് ഇതുപോലെ തുണിയില്ലാണ്ട് നമ്മൾ ഡാൻസ് കളിച്ച കുറെ പ്രതാപാലം ഉണ്ടായിട്ടുണ്ട്. മദ്യം കിട്ടാനുള്ള ഞാൻ ഡാൻസ് കളിക്കട്ടെ, എന്നെ കൊണ്ട് നിർത്തിക്കരുത്. പാട്ടിട് പാട്ടേക്ക് പാട്ട് വെക്കാൻ തിരിഞ്ഞു നോക്കി ഞാൻ വിളിച്ചു ഡാൻസ് എനർജി പിടിച്ചു പിടിച്ചു പട്ടുകെട്ടു പെട്ടച്ചു ഇവനൊരു മാങ്ങാണ്ടി മോർണായോണ്ടാ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാട്. മനുമോൻ ടെൻഷൻ അടിക്കണ്ട, അവൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. മോന്ത മാങ്ങാണ്ടിയാണെങ്കിലും അതെ മറ്റേ കാവുമുണ്ടും മറ്റടയാളങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതേ കാവുമുണ്ട്. നോക്കി സാറേ കര മാറ്റോണ്ടാ. സാറത് ശരിക്കോളന്നാ, അത് 2 അടിയുള്ളു. എന്താ സാറേ? മാസ്ക് മാറ്റടാ. ഇല്ല സാറേ. പോലീസാണ് പറയുന്നത്, മാസ്ക് മാറ്റടാ. ആര് പറഞ്ഞാലും മാസ്ക് മാറ്റണ്ടെന്ന് ഞങ്ങളുടെ മോദിജി പറഞ്ഞിട്ടുണ്ട് സാറേ. പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. മോദിജിയുടെ വാക്ക് ഞാൻ ധിക്കരിക്കില്ല സാറേ. മാസ്ക് മാറ്റ്. അയ്യോ വരണ്ട ചുമ ലക്ഷണമാണ്. ഇല്ല സാറേ, ഞാൻ അത് മാത്രം ചെയ്യില്ല. ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ 8 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. എനിക്കൊരു ചെറിയ ഭാര്യയും 2 ചെറിയ പെൺകുട്ടികൾ ഉള്ളതാണ്. എന്നെ മരണത്തിലേക്ക് തള്ളരുത് സാർ, പ്ലീസ് സാർ, സോറി. അയ്യോ സാറേ, ഞാൻ പോവില്ല. ഭാര്യ വിളിച്ചോടിയെങ്കിലും 2 പിള്ളേരുള്ള സാർ. എന്താണ് വിഷമിക്കണ്ട, ഞാൻ പോവാം. അയ്യോ ഇത് കൂടാണ്ട. അവസാനായിട്ട് ചോദിക്കുക, ആ മാസ്ക് ഒന്ന് മാറ്റാൻ പറ്റില്ല? ഇല്ല സാർ, ഇനി കൊറോണ അറിയാണ്ട് ഞാൻ മാസ്ക് മാറ്റില്ല. മണ്ടം വിശ്വസിച്ചു. വല്ലതും നടക്കൂ സാറേ. മനുമോൻ ടെൻഷൻ അടിക്കണ്ട, അവൾ നമ്മൾ പൊക്കിയിരിക്കും. പിന്നെ ഈ പോയവൻ, ഇവന്റെ 1-2 സാധനങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട മനുമോനെ നമ്മൾ പൊക്കിയിരിക്കുന്നേ. മതി 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 മതിയുടെ കുത്തിയത് ഇട്. ഞാൻ മാത്രമല്ല, ഇനി മോളിൽ കൂടെ ഡ്രോ വന്നാലും സീനില്ല. ഫേസ് കിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലേ സുമേഷേ? പിന്നെ എന്തിനാ സ്കെച്ച് പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വരണേ? എന്റെ പൊണ്ണ് ചെടിയെ ഈ സീനും പറഞ്ഞ ഒഴിവാക്കല്ലേ. സുമേഷ് എന്താ ഞാനാടാ? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്നെ മനസ്സിലാവില്ല. നീ ഇങ്ങനെ വേഷം മാറി നടന്നോ? പോലീസ് നിന്നെ പൊക്കു സുമേഷേ. റേഷൻ കടയിൽ നിന്ന് അരിയും മണ്ടാണി വാങ്ങി എന്നൊഴുക്കി പള്ളിത്താഴത്ത് ചെന്ന റോക്കറ്റ് പൊക്കി. എന്നോട് മാസ്ക് മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് അമ്മയുടെ പ്രാർത്ഥനയും മോദിജിയുടെ വാക്കുകളോട് മാത്രമായിട്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നിന്റെ ഫോട്ടോ ഒക്കെ അവന്മാരിലുണ്ട്, നല്ല ക്ലിയർ ഉള്ളത്. അവര് നിന്നെ പൊക്കും സുമേഷേ. അവന്മാര് ഇതേ പള്ളിത്താഴം വരെ എത്തിയിട്ടുണ്ട്. ആ എന്നാരും വിളിക്കണ്ട കേട്ടാ, ഞാൻ വല്യമാരെ വീട്ടിൽ പോവാ. സുമേഷേ സാധനം എവിടെ? സാധനം അലമാരയിലുണ്ട്. എനിക്ക് പേടിയാവണല്ലേ.
എന്റെ പൊന്നളിയ, ഇത് നമ്മൾ കല്യാണത്തിന് പുറത്തണ പോലത്തെ നോർമൽ ഡ്രോൺ അല്ല. ഇതിനകത്ത് ഫുൾ സെൻസറാണ്, ചിപ്പുണ്ട്. ഈ ചിപ്പുണ്ടല്ല, നീ ഈ സാധനം കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും അതിന്റെ ലൊക്കേഷൻ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിപ്പ് എന്നൊക്കെ പറഞ്ഞ അമ്മാരി ചിപ്പാണളിയാ. തൊണ്ടി, അതായത് ഡ്രോൺ. നിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് ഡ്രോൺ എടുത്ത് നീയാണെന്ന് തെളിയിക്കാനാകൂ. നീ ദൃശ്യ സിനിമ കണ്ടിട്ടില്ലേ? കുഴിച്ചെടുത്തപ്പോ കിട്ടിയത് പശുവിന്റെ ശവം. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അതുപോലെ ഒരു കാരണവശാലും ഈ തൊണ്ടി ആ തെണ്ടികൾക്ക് കിട്ടരുത്. അപ്പൊ ഞാനും അതുപോലെ കുഴിച്ചിട്ടല്ലോ. ഏയ്, എത്ര അടി താഴ്ചയിൽ നിനക്ക് കുഴിച്ചിടാൻ പറ്റും? അങ്ങനെ ചെയ്താലും സിഗല് കിട്ടും. ഒരു കാരണവശാലും ഈ ഡ്രോൺ അവന്മാർക്ക് കിട്ടരുത്. ഇല്ലടിയാ, ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. സെറ്റ് ചെയ്യ്. എന്തിനാ എന്റെ ഹാൻഡിലിടണേ? അവന്റെ ഹാൻഡിലിട്ടാ പോരെ. കറക്റ്റ്. നിന്റെ കിണറാ സേഫ്. ജമാത്ത് പറ്റില്ല. ഫിംഗർ ചിപ്സ്. അയ്യോ, ഇനി ഞാൻ പറ്റു കൊണ്ടാറാം. ലളിയ വണ്ടി എടുക്കണ? അല്ലടാ, പശുവിനെ കുളിപ്പിക്കുക. കണ്ടില്ലേ? അല്ലളിയാ, ഇവിടുത്തെ കിണറെങ്ങനെ? വേനൽക്കാലത്ത് പറ്റുമോ? എന്തേ പറ്റിക്കണ? ഇവിടുത്തെ കിണറും കുളവും പുഴയൊക്കെ പറ്റുമ്പോഴേ ഉള്ളിലൊരു ടെൻഷൻ. എന്താളിയാ, നിനക്കിപ്പോ ഭയങ്കര പരിസ്ഥിതി സ്നേഹമുള്ള. ആ, അടിക്കാത്തോണ്ടോ തോന്നുന്നു. വല്ലാത്ത പരിസ്ഥിതി സ്നേഹം. നല്ല കാര്യ. അളിയാ, നിവൃത്തിയില്ലാത്തോണ്ട് ചോദിക്കുക. തന്തയ്ക്ക് വിളിക്കരുത്. അതെ, 2000 രൂപ വരാം. ഒരു വെക്കേരും ഇല്ലല്ലേ? ഒരു രക്ഷയില്ല. അയ്യോ, പോലീസ് അല്ല, എക്സൈസ്. മോനെ, നിന്റെ കുപ്പി പൊട്ടി. നീ അല്ലടാ ഇത്? അതെ. കുപ്പി ഓടറാ. എൻ്റെ കുപ്പിയൊന്നുമില്ല. അങ്ങനെ എൻ്റെ കുപ്പിയൊന്നുമില്ല സാറേ. നിന്റെ കയ്യിൽ കുപ്പിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. നിന്റെ വീട്ടിനകത്ത് ഉണ്ടോന്നൊന്ന് തപ്പട്ടെ. സതീശാ, ആ സാർ. ആ, പറയും നോക്ക്. അരിച്ചു പറിക്കാൻ നോക്കണം. എൻ്റെ അടിയിലല്ലോ. കിടിയിലവിടെ അവിടെ ഒന്നും. നിങ്ങളുടെ മോൻ എവിടെ കുപ്പി പിടിച്ചു വെച്ചിരിക്കുന്നോ? പറ. ഉള്ള സത്യം പറഞ്ഞോ, ഇല്ല എല്ലാരും കൂടെ ജയിലിൽ പോകും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കെ. എവിടെ വെച്ചിരിക്കുന്നു? എവിടെ വെച്ചിരിക്കുന്നു? പറ. അതിന്റെ മോനെ എവിടാ കുപ്പി? പറ. കുപ്പിയൊക്കെ ഞാൻ അടിച്ച് തീർത്ത് സാറേ. എന്നിട്ട് ഇതവിടെ പുള്ളിയെ. നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ നീയൊക്കെ എവിടെ കൊണ്ട് താഴ്ത്തിയാലും ഞാനത് പൊക്കിയിരിക്കും. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കേട്ടോ. അളിയ, നീ ഒരു ഭീകരനാട്ടാ. അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ ഇത്തവട്ടെ കൊണ്ടേടാ താഴ്ത്തിയത്? അതെങ്കിലും ഒന്ന് പറഞ്ഞാടാ, ഞാൻ രോമാഞ്ചം കൊള്ളട്ടെ. ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ. അങ്ങനെ പറയലളിയ.
ഒരു 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 ക്ലൂ ഇല്ല. ഒരു കാര്യം ഞാൻ പറയാം, അത് വെള്ളത്തിനടിയില്ല. കിണറ്റില്ല. ശുക്ര ഞാൻ പെട്ടു. എന്റെ സുമേഷെ, നീയല്ലേ കാലത്ത് വിളിച്ചിട്ട് എല്ലാം സെറ്റാണ്, തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞേ. എടാ തൊണ്ടിയൊക്കെ താഴ്ത്തിയത് അളിയാ, പക്ഷെ ഒരു തെണ്ടി അതിനേക്കാൾ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടേ താഴ്ത്തി അവനെ പൊക്കി എന്നെ പൊക്കും. എന്റെ പള്ളി. സാറേ, മറ്റേ സാറേ റോക്കറ്റ് അകത്തുണ്ട്. ചെല്ല്. ഷിബു സാറുണ്ടോ? ഷിബു സാറില്ലല്ലോ. മനുവാ, എന്താടാ? സാറേ, ഒന്നുകിൽ എനിക്ക് എൻ്റെ പഴയ ഡ്രോൺ കിട്ടണം, ഇല്ലേ പുതിയ വാങ്ങിച്ചു തരണം. നാളെ വൈകുന്നേരം വരെ ഞാൻ നോക്കും. ഇല്ലെങ്കിൽ ഈ ഫൂട്ടേജ് എടുത്ത് ഞാൻ ലോക്കൽ ചാനലുകാർ കൊടുക്കും. നോക്കിക്കോ, 50,000 രൂപയെങ്കിലും കിട്ടുമല്ലോ. എനിക്കും വേണ്ടേ സാറേ നിധി. മനുമോനെ, അത് മാത്രം ചെയ്യരുത്. ചെയ്യും. എന്റെ 3 മാസത്തെ സാലറി കൂട്ടിയാൽ പോലും ഈ ഡ്രോൺ വാങ്ങാനുള്ള പൈസ തികയില്ല. തേങ്ങ. പോലീസ് ഇൻസ്പെക്ടർ ആണെന്നേ ഉള്ളൂ. ഹൗസിംഗ് ലോൺ, കാറിന്റെ അടവ്, പിടുത്തം എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ. ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇന്നേ വരെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല. എനിക്ക് 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് മനുമോനെ. ഞാൻ എവിടെ പോയി ഇത്രയധികം പൈസ ഉണ്ടാക്കാനാ? കമ്മീഷണർ ഇൻസ്പെക്ടർ ബലറാമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പോലീസുകാരൊക്കെ വലിയ സംഭവമാണ്. ഒരു കുന്തമല്ല. ഡ്രോണൊക്കെ പോയതല്ല സാറേ. നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉണ്ടേ നടക്കൂല സാറേ. മനുമോനെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. സാർ എന്ത് ചീഞ്ഞ സെന്റിമെന്റ്സ് പറഞ്ഞാലും ശരി, നാളെ 6 മണി അതിനുള്ളിൽ എൻ്റെ ഡ്രോൺ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാശ് കിട്ടണം. സാറേ, എനിക്ക് വേറെ വഴിയില്ല. ഞാൻ ആ വീഡിയോ എടുത്ത് ചാനലുകാർ കൊടുക്കും. ഒന്ന് പോ സാറേ. അയാളുടെ പൊത്തനവര് രാജാവിന്റെ പണിയാണല്ലോ സാറേ. ഇല്ല മോളെ, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ശരി എന്നാ, വിളിക്കാം. ശിവ, ഇയാൾക്കിത് വേറെ പണിയുണ്ട്. ഹലോ. മൊത്തം പ്രശ്നമാണ് സാർ. എന്ത് പ്രശ്നം? അത് നമ്മൾ പറത്തിവിട്ട ഡ്രോണില്ലേ, അത് കുപ്പി വെച്ച് എറിഞ്ഞിട്ട് വീഡിയോ ലോക്കൽ ചാനലിൽ കൊടുക്കുന്ന ചെക്കൻ പറയുന്നത്. എന്താ 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 നമ്മൾ പറത്തി വിട്ടതോ? എടോ, താൻ പറത്തി വിട്ടതെന്ന് പറയടോ. സാറേ, താൻ എന്നെ നിർബന്ധിച്ചിട്ടല്ലോ ഞാൻ അവിടെ വന്നതും. അങ്ങനെ പറയരുത് സാർ. ഷിബു, ഈ കേസിൽ ഞാൻ അങ്ങനെ പറയൂ. അവിടെ ഈ കോവിഡ് ഡ്യൂട്ടി അല്ലാതെ വേറെ മലമറിക്കുന്ന പണിയൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് നാളെ രാവിലെ മുതല് അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി താൻ ആ ചെക്കനെ വെക്കാൻ നോക്ക്. പിന്നെ ആ വീഡിയോ എങ്ങാനും ന്യൂസ് ആയാൽ അതിന്റെ എല്ലാ കോൺസിക്വൻസും താൻ ഒറ്റയ്ക്ക് നോക്കിക്കോണം. എന്നെ കിട്ടും. ശരി. പെൻഷൻ പറ്റുന്ന ഇനി തേങ്ങ അടക്കേണ്ട ഒരു പരിപാടിക്ക് ഞാനില്ല. കോണാത്തിലെ ചേട്ടൻ
ജോസേട്ടാ 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 ജോസേട്ടൻ ഒന്ന് മാറി മക്കളെ പാടി ആ നമ്മുടെ ക്ലാഡിന്റെ സൗണ്ടല്ലേ കേൾക്കണം. അവന്റെ തന്നെയാ. പോയി നോക്കാം. നിങ്ങളുടെ അനിയനല്ലേ, നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. വേറെയും സൗണ്ട് കേൾക്കണ്ടല്ലോ. പണ്ട് അവിടെ അങ്ങോട്ട് ഇന്നലെ പട്ടി എങ്ങനെയാണ് മിണ്ടിപ്പോറ് തലയിൽ പൊളിക്ക് ഞാൻ തള്ളേ അത്തേക്കറി പോയിക്കേ പോലീസിനെ വിളിച്ചൊന്ന് ഇഞ്ച പട്ടിയായിരുന്നില്ല അപ്പൊ ജോസായിരുന്നു. നീ എന്ത് പ്രാന്തിയെ കാണിക്കണേ? എന്റെ ജോസ് എന്തൊട്ട് പ്രശ്നം എന്നോട് ഞാൻ കൊല്ലണം പന്നി. നീ സാമ്പിൾ ഉപ്പില് തൊട്ടൊക്കെ നീ കാണിക്കണേ വാങ്ങട്. പതായിരുന്ന കാര്യം അപ്പൊ അതിലും വലിയ നാറിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? കട്ടൻ ചായ വേണേ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നു. അത് നീ മതിലും ചാടി വരണം.